ലോകയെ വീഴ്ത്താൻ ദൃശ്യത്തിന് തള്ളോ? 2025 മലയാള സിനിമ കണ്ട എക്കാലത്തെയും വലിയ വിജയങ്ങൾ വന്നതാണ്. എമ്പുരാൻ 265 കോടി കളക്ട് ചെയ്തെന്ന് പറയപ്പെടുന്നു. തുടരും ഉറപ്പായിട്ട് 240 കോടി രൂപ കളക്ട് ചെയ്തതാണ്. രഞ്ജിത്ത് പറഞ്ഞു 55 രൂപ ഷെയർ തന്നെ കിട്ടിയെന്ന് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അത്രയും വ്യക്തമായ തെളിവുകൾ നമുക്ക് എമ്പുരാനില്ല, പക്ഷെ തുടരുമിന് വളരെ വ്യക്തമായ തെളിവുണ്ട്. അതുപോലെ തന്നെ ലോക 300 കോടി നേടിയതിന് ട്രാക്കേഴ്സ് ഉൾപ്പെടെയുള്ള എല്ലാ വ്യക്തമായ തെളിവുകൊണ്ട് അവർ അതിൻ്റെ പേജിൽ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുകയും ചെയ്തിട്ടുണ്ട്. ഇതൊന്നും തള്ളല്ല, കാരണം നമുക്ക് ആൾക്കാർ കയറുന്നതനുസരിച്ച് നമുക്കറിയാം. 2025 ആദ്യമായിട്ട് മലയാള സിനിമയിൽ ഒരു സിനിമ 300 കോടി ക്ലബ്ബ്, 200 കോടി കയറിയത് മഞ്ഞുമൽ ബോയ്സ് ആയിരുന്നു. അന്നേരം 300 കോടി ക്ലബിലേക്ക് ആദ്യമായിട്ട് കയറുന്ന സിനിമയായി മാറി കല്യാണി പ്രിയദർശൻ നായികയായിട്ടുള്ള നായിക പ്രാധാന്യം ഉള്ള ലോക കയറി. അന്നേരം ഓട്ടോമാറ്റിക്കായിട്ടും ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരാഴ്ചയായിട്ട് നമ്മുടെ സോഷ്യൽ പ്ലാറ്റ്ഫോമുകളിലെല്ലാം പത്രങ്ങളിൽ ഉൾപ്പെടെ, പ്രമുഖ പത്രങ്ങളിൽ ഉൾപ്പെടെ, ചാനലുകൾ ഉൾപ്പെടെ 350 കോടി പ്രീസെയിൽ നേടി ദൃശ്യം എന്നാണ്. ഒരൊറ്റ വീഡിയോ ഇല്ല. അത് രജപുത്ര നമ്മുടെ തുടരുവിൻ്റെ നിർമ്മാതാവ് പറഞ്ഞെന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല, അങ്ങനൊരു വീഡിയോയും ഇല്ല. പിന്നെ എന്തിനാണ് ഇങ്ങനൊരു കള്ളത്തരം പടച്ചു കൂട്ടുന്നത് എന്ന് നമുക്ക് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരു സംശയം തോന്നും. ഇത് തള്ളല്ലേ, എന്തോ തള്ളിയേക്കുന്നത്. 160-100 കോടിയൊക്കെ പ്രീസെയിൽ ബിസിനസ് കിട്ടി എന്ന് പറഞ്ഞാൽ ഓക്കെ. ദൃശ്യത്തിന് യഥാർത്ഥത്തിൽ തമിഴ് പതിപ്പ് പാപനാശം കമലഹാസൻ ചെയ്തത് ഒരു ആവറേജ് സിനിമയായിരുന്നു. കന്നഡയിൽ അതിന് വലിയ ഇതില്ല. ഹിന്ദിയിൽ ഗംഭീരമായിട്ടുണ്ട്. മലയാളം ഹിന്ദിയും മാത്രമേ ഉള്ളൂ യഥാർത്ഥത്തിൽ അത് ഗംഭീരമായിട്ടുള്ളത്. അല്ലാതെ എല്ലാ ഇന്ത്യൻ ഭാഷകളിലും അതിഗംഭീരമായിട്ടില്ല ദൃശ്യം ഒരു അസാധാരണ സിനിമയാണ്, അതൊന്നും സംശയമില്ല. പക്ഷെ എന്തിനാണ് ഇത് തള്ളിയെന്ന് നോക്കുമ്പം, പ്രത്യേകിച്ച് ഇപ്പം തന്നെ തള്ളാനുള്ള കാരണം നമുക്ക് തോന്നുന്നത് 2025 ലോകം 300 കോടി നേടി. എന്നാൽ 2025 തന്നെ മോഹൻലാലിൻ്റെ പ്രീസെയിൽ തന്നെ 350 നേടി എന്ന് കാണിക്കുക എന്നുള്ള ലക്ഷ്യം അതിനകത്തില്ലേ. ഈ പ്രീസെയിൽ 350 നേടിയെന്ന് ഒരാൾ പോലും ആനന്ദി വരുമ്പോൾ ഒരു ആശീർവാദം ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ലോകം മൊത്തം ഇത് പ്രചരിപ്പിച്ചത് ഒരു പബ്ലിസിറ്റി സ്റ്റണ്ടിന് വേണ്ടി മാത്രമാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നിങ്ങളെന്തായാലും നിങ്ങളുടെ കമൻസ് പറയുക. ഏത് സിനിമയും നന്നായാൽ കളക്ട് ചെയ്യട്ടെ, അത് ആരുടെ സിനിമ ആയിക്കോട്ടെ, അത് മോഹൻലാലിൻ്റെയോ മമ്മൂട്ടിയുടെയോ നമ്മളീ പറഞ്ഞ മഞ്ഞുമൽ ബോയ്സ് പോലെ 200 കോടി നേടിയില്ലേ. അന്നേരം കൃത്യമായ കളക്ഷനുകളും ഒക്കെ പുറത്തോട്ട്. ഒരു ഇടയ്ക്ക് ലൂസിഫർ 200 കോടി നേടിയെന്ന് പറഞ്ഞുകൊണ്ട് വലിയ പ്രചരണം ഉണ്ടായിരുന്നു. അന്ന് സോഷ്യൽ മീഡിയ എത്ര ആക്റ്റീവ് അല്ല. 200 കോടി നേടിയെന്ന് പറഞ്ഞു. പക്ഷേ അന്നേരം ജിത്തു ജോസഫിനോട് ഒരു ഇൻ്റർവ്യൂവിൽ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു 200 കോടി എനിക്കറിയത്തില്ല ഒരു മലയാള ചിത്രം 200 കോടി ഇപ്പോഴത്തെ കാലാവസ്ഥയിൽ നേടും. അന്നത്തെ ചോദ്യമാണ്. 2020-21 സമയത്തെയാണ്, 20-ലൊക്കെയാണ്, 5 കൊല്ലം മുമ്പാണ് അത് നേടിയെന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു. 200 കോടി നേടി എന്ന് ഏകദേശം പറഞ്ഞൊരു ചിത്രമാണ് പിന്നീട് കളക്ഷൻ ട്രാക്ക് ചെയ്ത് എല്ലാവരും എടുത്തപ്പോൾ 120-125 കോടി നേടിയ കളക്ഷൻ നേടിയിട്ടുള്ളൂ. അന്നേരം എന്തിനാണ് നമുക്ക് ഏത് സിനിമയായാലും, മമ്മൂട്ടിയുടെ ആയാലും മോഹൻലാലിൻ്റെ ആയാലും, അത് പത്രങ്ങളിൽ ഉൾപ്പെടെ 350 കോടി ദൃശ്യം നേടിയെന്ന് പറഞ്ഞാൽ തള്ളേണ്ട ആവശ്യതയുണ്ടോ? എന്തായാലും നിങ്ങൾ കമൻസ് ഇട്ടേക്കുക. തിയേറ്ററിൽ ഓടി തകർത്താടി നേരട്ടെ. ഇപ്പോൾ മമ്മൂട്ടി 100 കോടിയില്ല 50 കോടിയില്ല എന്നുള്ളതല്ല. ആര് കളക്ഷൻ നേടിയാലും അത് തിയേറ്ററിൽ കളക്ട് ചെയ്യട്ടെ. ബാക്കിയുള്ള ടോട്ടൽ ബിസിനസ് എല്ലാവരും കൂട്ടി പിന്നീട് പറയാം. എന്തായാലും ഇത് 350 കോടി എന്നുള്ള തള്ള് ലേശവും നല്ല ഒരുപാട് കടന്ന കൈയായിപ്പോയി.